അഞ്ചലഗസ്തിക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഡോക്ടർ പള്ളിക്കൽ മണികണ്ഠൻ എന്ന പ്രശസ്തനായ യജ്ഞാചാര്യനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം ഇന്ന് ആരംഭിച്ച് 25-ാം തീയതി അവസാനിക്കുന്നതാണ്. ഇന്ന് വരാഹ അവതാരമാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇവിടെ നടക്കുന്നത്. സപ്താഹയജ്ഞം കൂടാതെ തന്നെ രാവിലെ ബലിപ്രതിഷ്ഠ സമർപ്പണ പൂജകൾ സമാപിക്കുന്ന വലിയ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ ക്ഷേത്രത്തിൽ നടക്കുന്നത്. രാവിലെ 7 മണിക്ക് തന്നെ ബലിപ്രതിഷ്ഠ സമർപ്പണത്തിൻ്റെ സമാപന പൂജകൾ തുടങ്ങി ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ക്ഷേത്രം തന്ത്രി രമേശ് ഭാനു ഭണ്ഡാരത്തിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. 11 മണിക്ക് അന്ന് ബലിപ്രതിഷ്ഠ സമർപ്പണത്തിൻ്റെ അന്ന് ഉയർത്തിയ അലങ്കാരക്കൊടി താഴ്ത്തുകയും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് ആദ്യമായി ഈ നാട്ടിലെ ഈ ദേശത്തെ ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ കാത്തിരുന്ന തൃക്കൊടിയേറ്റ് മഹോത്സവം അതിന് തുടക്കം കുറിക്കുകയാണ്. രാത്രി 8 മണിക്ക് 7 മണിക്ക് അതിൻ്റെ പൂജാ ചടങ്ങുകൾ ആരംഭിക്കുകയും രാത്രി 8 മണിക്ക് ഇരു ദേവന്മാരുടെയും മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ഇരു കൊടിമരങ്ങളിലും കൊടിയേറിക്കൊണ്ട് ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകളോടെ തന്നെ കൊടിയേറിക്കൊണ്ട് ആദ്യമായി നമ്മുടെ ക്ഷേത്രത്തിൽ അഗസ്ത്യകോട് മഹാദേവർ ക്ഷേത്രത്തിൽ തൃക്കൊടിയേറ്റ് മഹോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് അഗസ്ത്യകോട് മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ഇഷ്ട വഴിപാടായിട്ടുള്ള അന്നദാനം ഇന്നു മുതൽ ക്ഷേത്രത്തിൽ 7 ദിവസം ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് ആരംഭിക്കുകയാണ്. ഉച്ചയ്ക്ക് 12:30 അന്നദാനം ആരംഭിക്കുന്നത്. കൂടാതെ വൈകിട്ട് 6 മണിക്ക് ഈ ധ്വജപ്രതിഷ്ഠാ സമർപ്പണ സമ്മേളനവും സാംസ്കാരിക സമ്മേളനവും പുനലൂർ MLA-യുടെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് മെമ്പറുടെയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും കലാ സാംസ്കാരിക സാമൂഹിക രംഗത്തുള്ള പ്രധാന വ്യക്തിത്വങ്ങളുടെയും സാന്നിധ്യത്തിൽ ഇന്ന് ക്ഷേത്രത്തിൽ വൈകിട്ട് 6 മണിക്ക് സാംസ്കാരിക സമ്മേളനം നടക്കുകയും രാത്രി 9 മണിക്ക് കൈകൊട്ടിക്കളിയും നൃത്തസന്ധ്യയും തുടങ്ങിയ പരിപാടിയും ഗാനമേളയും എന്നീ പ്രധാനപ്പെട്ട കലാപരിപാടികൾ ഉൾപ്പെടെ തന്നെ നടക്കുകയും ചെയ്യുകയാണ്. 3 ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്ര പൂജകളും അതുപോലെ തന്നെ കലാപരിപാടികളിലും എല്ലാം തന്നെ ഈ നാട്ടിലെയും വിവിധ ദേശങ്ങളിലെയും ഭക്തജനങ്ങളെ എല്ലാവരെയും തന്നെ ക്ഷേത്ര സന്നിധിയിലേക്ക് ഉത്സവ കമ്മിറ്റിയുടെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്